എല്ലാവരും ഉണ്ടായിരിക്കുന്നത്? ദിശാമിസിനെ പ്രതീക്ഷിച്ചാണ് വരുന്നത്? ഇല്ല, ആതിര മിസ്സിനെ പ്രതീക്ഷിച്ചിരുന്നു. ഞാനും വിചാരിച്ചു ആതിര മാം തന്നെയാണ് വരികന്ന്. അതെന്താ? എനിക്ക് തോന്നി. അങ്ങനെ തോന്നി. ഇനിയൊന്ന് ക്ലാസ് എടുക്കില്ലേ? കേറാൻ പറഞ്ഞു, ഇൻസ്റ്റന്റ് ആയിട്ട് കയറാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് യുവർ ചോയ്സ് സെഷൻ ആണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. എന്താണ് മാം? യുവർ ചോയ്സ് സെഷൻ. ഓക്കെ മാം. അതെന്താ മിസ്? ചോദിച്ചിട്ട് എനിക്ക് തന്നെ പണി തരരുത് കേട്ടോ. അപ്പൊ അത് കഴിയുമ്പോഴേ അറിയുള്ളൂ മാം. എങ്ങനെയാ മാമിനാണ് പണി ഞങ്ങൾക്കാണോ? അങ്ങനൊന്നുമില്ല, വേറെ ഒന്നുമില്ല. യുവർ ചോയ്സ് എന്ന് പറഞ്ഞാൽ 2 ചോയ്സ് തരും, അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ക്ലാസ് വേണോ ആക്ടിവിറ്റി വേണോ അതാണ് ചോദ്യം. ക്ലാസ് വേണോ ആക്ടിവിറ്റി വേണോ എന്നാണ് ചോദിച്ചത്. ആക്ടിവിറ്റി മാം. ആക്ടിവിറ്റി മതി മാം, ചോദിക്കാനൊന്നുമില്ല, ഞങ്ങൾ അതേ തെരഞ്ഞെടുക്കും. ഓക്കെ, ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്? അതിനു മുമ്പ് പ്രേയറും സൈൻ ഇൻ സൈൻ ഔട്ട്. അതൊന്ന് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. സമയം എനിക്ക് സമാധാനപ്പെടും. പ്രേയറും തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറയാൻ ഇങ്ങനെ നിൽക്കാം അല്ലേ? റെഡി ആയിട്ട് നിൽക്കാം എല്ലാവരും. ഓക്കെ, ആരാണ് പ്രേയർ? ആരാണ് പ്രേയർ? ഞാനാണ് മാം. ഇന്ന് ഞാനും എന്റെ മക്കളും കൂടെ ഉണ്ടേ. ഓക്കെ, സുമയ്യ സ്റ്റാർട്ട് ചെയ്തോ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി. താങ്ക് യു മാം. സുമയ്യ, അവരുടെ കമന്റ് ഉണ്ടോ? സ്കൂളില് പ്രയർ ഓർമ്മ പറയുന്നത്. സത്യം, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോ. കുട്ടികൾ എത്രയല്ല പഠിക്കുന്നേ? എന്റെ ഇത്താടെ മോളാണ്. എന്റെ ഇത്താടെ മോളും എന്റെ മോളും കൂടിയാണ് പാടിയത്. ഇത്താടെ മോള് 8th, എന്റെ മോള് 6th. അവളുടെ പേരെന്താ? എന്റെ മോളുടെ പേര് ഹൈഫ ഫാത്തിമ. സിസ്റ്ററിന്റെ മോളുടെ പേര് സൈന. സുമയുടെ മോൾക്കൊന്നും കൊടുത്ത് ഒരു കാര്യം ചോദിക്കണം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹായ്. ഹായ്. ഓക്കെ, ഫാത്തിമയ്ക്ക് ഒന്നിച്ച് ആരായിട്ട് കാണാനാണ് ആഗ്രഹം? ടീച്ചർ. ടീച്ചർ. ഓക്കെ, ഇഷ്ടമാണോ ഉമ്മച്ചി ടീച്ചർ ആവുന്നത്? ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും? അതല്ലടാ ചോദിച്ചത്, വീട്ടിലെ കാര്യമില്ല. ടീച്ചർ ആവാനായിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കുന്നുണ്ടോ ഫാത്തിമ? ഉമ്മച്ചി ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം, ടീച്ചർ അങ്ങനെ പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എങ്ങനെയുള്ളൊരു ടീച്ചറിനെയാണ് ഫാത്തിമയ്ക്ക് ഇഷ്ടം?
എനിക്ക് ഇഷ്ടമുള്ള ഒരു ടീച്ചർ എന്നെ വിളിച്ചാക്കും അല്ലേ? ഓക്കേടാ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ടോപ്പ് ഓഫ് ദി ഡേ. മാം ഞാനാണ് ഷെറിൻ. ആക്ച്വലി Good morning, ma'am. ഗുഡ് മോർണിംഗ്. Today I am going to express a quote of Charlie Wadley. He is an author known for his works on personal development and well-being. The quote is, "A bird sitting on a tree is never afraid of the branch breaking because its trust is not on the branch but on its own wings." ഒരു പക്ഷി അതിരിക്കുന്ന കൊമ്പ് ഒടിഞ്ഞു പോകുമോ എന്ന് ഭയക്കുന്നില്ല, കാരണം അത് ആശ്രയിക്കുന്നത് കൊമ്പിനെയല്ല, സ്വന്തം ചിറകുകളെയാണ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. സൈനിങ്. ഞാനാണ് മാം. മാം അന്ന് വെള്ളിയാഴ്ച 8 സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പറയാന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് 8ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1 മുതൽ 8 വയസ്സ് വരെ. അത് കളിക്കുന്ന പ്രായമാണ്. കുട്ടികൾ എത്രത്തോളം കളിക്കുന്നുവോ കളിച്ചോട്ടെ, ആ പ്രായത്ത് കളിക്കാൻ കിട്ടുന്നത് നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ കിട്ടുമോ എന്ന് അറിയില്ല. ആ 1 മുതൽ 8 വരെയുള്ള സ്റ്റേജിൽ എത്ര കുട്ടികൾ കളിക്കുന്നുവോ അത്രയ്ക്കും കളിക്കട്ടെ. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 8 മുതൽ 16 വയസ്സ് വരെയുള്ളത്. അത് വന്നിട്ട് നമ്മുടെ പഠിപ്പ്, മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ പഠിപ്പിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്റ്റേജസ് ആണ് ഈ 8 മുതൽ 16 വയസ്സ് വരെ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് സ്റ്റേജ് 16 മുതൽ 24 ആ സ്റ്റേജ് വരെ. ഇത് വന്നിട്ട് ഈ 24 വയസ്സിനുള്ളിൽ മാരേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 24 തൊട്ട് 32 വയസ്സ് വരെ. ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവുന്നതാണ് നല്ലത്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 32 വയസ്സിന് ശേഷം പല അസുഖങ്ങളും നമുക്ക് 30 വയസ്സിന് ശേഷം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 30 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ നമ്മൾ തീരുമാനിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 32 ടു 40 വരെ. ഈ പ്രായത്തിനുള്ളിൽ നമുക്ക് എത്രത്തോളം പൈസ സേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ പൈസ സേവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിന് ശേഷം നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് നമുക്കറിയില്ല. എത്രത്തോളം പണിയെടുക്കണം, എത്രത്തോളം മണി സേവ് ചെയ്യാൻ പറ്റുമോ സേവ് ചെയ്യാം. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 40 ടു 48. ഇതിൽ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ, ലൈഫ് എവിടേക്കൊക്കെ പോകാൻ പറ്റുമോ, എവിടെയൊക്കെ കറങ്ങാൻ പറ്റുമോ കറങ്ങുക, വരിക, എൻജോയ് ചെയ്യുക. അതിനുശേഷം നമുക്കതിന് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ നടക്കുമോയെന്ന് അറിയില്ല. പക്ഷെ ആ പ്രായത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ എൻജോയ് ചെയ്യാം. സെവൻത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 48 തൊട്ട് 56 വയസ്സ് വരെ. ഈ ടൈം നമ്മൾ എത്രത്തോളം സേവ് ചെയ്ത മണീനെ വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉള്ള പൈസ കൊണ്ട് നമുക്ക് എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ജീവിക്കുക. എട്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് പോണതാണ് ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളിന് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളിനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ചോറ് കൊടുക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മളെ നോക്കാൻ ആളുണ്ടോ ഉണ്ടാവില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാണ് 8 സ്റ്റേജ്. എനിക്ക് മനസ്സിലായിടത്തോളം, ശരിയാണോന്നറിയില്ല, പക്ഷെ ഇത്രത്തോളം. മാം ഇന്ന് വരും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എഴുതി വെച്ചത്, ഈ സ്റ്റേജസിനെ കുറിച്ച് പറയണം പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഇന്ന് മാം ആയിരിക്കും എനിക്ക് തോന്നി ഇന്ന് മാം ആയിരിക്കും വരിക എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മാമിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സൈൻ ഇൻ ബൈ ജ്യോതി. താങ്ക് യു മാം. ഓക്കെ ജ്യോതി, താങ്ക് യു. ജ്യോതി ആ ഒരു തിയറിയുടെ ഏകദേശം ഒരു വശമൊക്കെ പറഞ്ഞു, പക്ഷെ അതിന് കുറെ സ്റ്റെപ്പുകളുണ്ട്. അത് നോക്കാണ്ടായിരുന്നല്ലേ, അറിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ മാം, ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ അന്ന് പറഞ്ഞു. ശരിയാണ്, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ചുള്ളികളുടെ കാര്യങ്ങൾ അതറിയില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ, അതൊന്നും അറിയാത്ത കേട്ടോ. പക്ഷെ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ജ്യോതി. നല്ല എഫേർട്ട്, പഠിച്ച ഒരു മനസ്സിന് നല്ല
എന്താ പറയാ, താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്നേക്കും മുമ്പ് ചില ക്ലാസ് ഭയങ്കര ബഹളമായിരിക്കും അല്ലെ. നമുക്ക് ടീച്ചർമാരും വന്നേക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് നമുക്ക് ആ ശബ്ദം കേൾക്കാം. ഇവിടെ അതാണ് സംഭവം. ഇവിടെ അങ്ങനെയാണ്, MT8 അങ്ങനെയാണ്. ഇവിടെ ഞങ്ങൾ ഓൺ ചെയ്ത് വെച്ച നിങ്ങളുടെ സൗണ്ട് എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, നല്ല ബഹളമായിരിക്കും ഇതിനകത്ത്. ഇപ്പൊ എല്ലാവർക്കും അറിയാട്ടത് ഏത് ക്ലാസ് ആണെന്നുള്ളത്, അത് നമുക്ക് അറിയില്ലായിരുന്നു. അത് അവർക്കറിയില്ല, ബാക്കി ടീച്ചേഴ്സിന് അറിയില്ല ഏത് ക്ലാസ് വെച്ചാൽ ബഹളം കേൾക്കുമ്പോൾ അത് MT8 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ 5A നല്ല ബഹളമാണ്, പറഞ്ഞനുസരിക്കാത്ത പിള്ളേരാന്ന് പറയും. നിങ്ങളെ കുറ്റം പറഞ്ഞല്ല കേട്ടാ, നിങ്ങൾ ക്ലാസ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഈ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ടാണ്. ഇന്ന് ഞാൻ ഒച്ച ഉണ്ടാക്കിയിട്ടില്ല മാം. ഇങ്ങനെ പറഞ്ഞതാണ്. അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു മിസ് എന്നോട് പറഞ്ഞു, അതിന്റെ പേര് MT8 ആണോ? ടീച്ചർ എങ്ങനെ മനസ്സിലായി? അവരുടെ വർത്താനം കേട്ടപ്പോ മനസ്സിലായത് MT8 ആണ്. നിങ്ങളിപ്പോ സ്മാർട്ട് സിറ്റി മൊത്തത്തിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ ഇന്ന് മൺഡേ ആയല്ലേ ഒരു മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരി, ഞായറൊക്കെ കഴിഞ്ഞു. അപ്പൊ ഒരു എന്താ പറയാ, പിന്നെ ഒരു വർക്കിംഗ് ഡേയിലേക്ക് വന്നു അല്ലേ. കുട്ടികളൊക്കെ വീട്ടിലില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓർഡർ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം അല്ലെ. ഇപ്പൊ ഈ കുട്ടികളെ വീട്ടിലുള്ളതുകൊണ്ട് ഓർഡറിലേക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല അല്ലെ. കുഴപ്പമില്ല, 2 മാസമല്ലേ, അപ്പൊ അതങ്ങനെ എൻജോയ് ചെയ്ത് പെട്ടെന്ന് പോള് 2 മാസം എന്നൊക്കെ പറയുന്നത് വിരലിൽ എണ്ണുന്ന അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഏപ്രിൽ ഇപ്പൊ പകുതിയാവും, ഇനി എന്ത് 40 ദിവസമുണ്ട്. അവര് 2 മാസം നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്യട്ടെ, അവരുടെ കൂടെ അങ്ങ് എൻജോയ്. ഇതേപോലെ ഒരു വെക്കേഷൻ ഇനി എപ്പോഴും കിട്ടില്ല അല്ലെ. ഇനി അടുത്ത കൊല്ലാവും അടുത്തൊരു വെക്കേഷൻ, അപ്പോഴും കുറച്ചുകൂടെ അവർ വലുതായിട്ടുണ്ടാവും. അപ്പൊ അവരുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ടാവും, വേറെ ഏത് സ്വഭാവങ്ങളാവും. പിന്നെന്താ, കുഞ്ഞുങ്ങൾ വലുതാവുന്നതോറും എന്താ നമ്മളുടെ അടുത്തുനിന്ന് അങ്ങ് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ ഈ കുഞ്ഞായിട്ട് ഇരിക്കുമ്പോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. കുറച്ചാകുമ്പോ അവര് പറയുന്ന നമ്മളൊക്കെ തരും. അപ്പൊ ഇപ്പൊ ഉള്ളൊരു കാലഘട്ടമാണ് ഏറ്റവും നല്ല, എന്താ പറയുക, ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുക, സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോഴാണ്. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ള ഒരു സമയം. ചെറുത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാനില്ല, അവര് അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്യും. അല്ലാതെ നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ചില സമയത്ത്. എന്റെ പണി കഴിഞ്ഞിട്ടുള്ള അത് ചെയ്യണം ഇത് ചെയ്യണം, അവനെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഇച്ചിരി കൂടി വലുതായിട്ടൊന്നും ആലോചിക്കും, അപ്പൊ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവർ അവരുടേതായ കാര്യങ്ങൾ സ്വന്തമായിട്ട് അവര് ചെയ്യും, നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കാതെ ഭക്ഷണം ഒന്ന് എടുത്തു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ സമയമൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവര് വലുതാവുന്നതിനനുസരിച്ച്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ ഒരു വിഷമമാണ് അതല്ലേ. കുട്ടികൾ വലുതാകുന്നു, നമ്മുടെ മനസ്സിൽ അവർ വലുതാകുന്നില്ലെങ്കിലും കാലഘട്ടമൊക്കെ മാറി കുട്ടികൾ കുറച്ചും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെന്താണ്, കുട്ടികളായിട്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങളോട് പ്രത്യേകം പറയാണ്, സ്പെൻഡ് ചെയ്യണം കുട്ടികളുടെ. പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോയി. ഇപ്പൊ അടുത്തൊരു ബീച്ചാണോ അല്ലെങ്കിൽ ഒരു പാടമാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പോ അങ്ങനെയൊക്കെ പോകാൻ നോക്കട്ടെ. ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞതൊക്കെ സമ്മതിപ്പിക്കുക. അങ്ങനെ ഒരു ദിവസം ഇനി എപ്പോഴും ഉണ്ടാവില്ല നമുക്ക് അത് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിരിക്കണം. നിങ്ങളുടെ മൈൻഡിലപ്പോ അങ്ങനെ ഉണ്ടാവണം. പുഴയിലോ വെള്ളത്തിലോ ഒക്കെ പോയി ഇറങ്ങരുതിട്ട് നിങ്ങൾ, എനിക്ക് പണി വരരുത്, അങ്ങനെയൊന്നും ചെയ്ത് വെക്കരുത്. അവള് പോയി വന്നിക്ക് മാം, അതുകൊണ്ട് പേടിക്കണ്ട. പോവാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. മക്കളെ കുഴപ്പമൊന്നുമില്ല, എല്ലാരും തിരിച്ചെത്തിയിട്ട് ഞങ്ങക്ക് കൊച്ചിക്കാരൻ അവിടുന്ന് ഞങ്ങളുടെ പുഴയിലോട്ട് കൊച്ചി ചങ്ങനാശ്ശേരിയാ അവിടെയുള്ള ടീം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളം വന്നിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് എറണാകുളത്ത് ഒന്നും കാണാനുണ്ടാവോ? എറണാകുളത്ത് എന്താ കാണാനുള്ള? മീനുണ്ടോ? നമ്മുടെ കണ്ണൂരുടെ ഒക്കെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം, വയനാട്, അതൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് പോകുന്ന പ്ലേസ് നമ്മുടെ കണ്ണൂർക്കാരുടെ.
എറണാകുളം ശരിക്കും എറണാകുളം മെട്രോയിൽ ഇൻഡസ്ട്രി ഏരിയ പോകായിരുന്നു. ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. എറണാകുളത്തും നമുക്ക് മെയിൻ എറണാകുളത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഞങ്ങളുടെ വയനാടാണ് അടിപൊളി സൂപ്പർ സ്ഥലമാണ് ട്രിപ്പ് വരാൻ. ഇനി പോര്. വന്നിട്ടുണ്ടോ വയനാട്? ഓക്കെ, ഞാനപ്പോ ആക്ടിവിറ്റി ചെയ്യാന്ന് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല കുറച്ച് പേര് അല്ലേ ആക്ടിവിറ്റി? അതെ മാം. അപ്പൊ പറയാൻ ആഗ്രഹിച്ചു നിന്നവരുണ്ടാകാം. അപ്പൊ അങ്ങനെ പറയാത്തവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഡേ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ടീച്ചർ തന്നിട്ടുണ്ടേ. നമ്മളൊന്ന് കുറച്ച് പേര് ചെയ്തു, ബാക്കി ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ആരൊക്കെയാ ഉള്ളത്? ഇപ്പോഴും കുറച്ചും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയാ ബോണസ് ആയിട്ട് കിട്ടുന്ന ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കുറച്ചും കൂടി അങ്ങ് പോകുമ്പോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞു വരും കേട്ടോ. ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാണ്ടാവും ഫുൾ എന്നൊരു ക്ലാസ്സിലോട്ട് ആയിപ്പോകുന്നത് ചാപ്റ്റേഴ്സ് തീരുന്നതനുസരിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ആയിഷനെ വിളിക്കാം. ആയിഷയ്ക്കാണ് പറയാനുള്ളത് ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഒരു കാര്യം പറയട്ടെ, പറയുമ്പോ നിങ്ങൾ ഒരുപാട് ലെങ്തി ആക്കാതെ നിങ്ങൾ ആ മൊമെന്റ് എങ്ങനെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ആ ഒരു സമയത്ത് ഉണ്ടായ ഫീലിങ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കണം പറയുന്നത്. ഒരുപാട് ലെങ്തി ആയിട്ട് എക്സ്പ്രസീവ് ആയിട്ട് പറയാം, പക്ഷെ മനസ്സിലായില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. ചിലവര് അന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ ഡയലോഗ്സ് വരെ പറഞ്ഞു. അമ്മേനോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു. ഡയലോഗ് ഒരു ഓർമ്മയില്ല കേട്ടോ, നിങ്ങൾക്ക് ആ ദിവസം ഓർമ്മയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയുന്നത്. ഡയലോഗ്സ് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആ സമയത്ത് ഉണ്ടായ ഫീലിംഗ് എന്താണ് അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഐഷ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ പറയാം, ഇന്ന് തന്നെ പറയാൻ പറ്റിയത് ചിലപ്പോ എന്റെ ഭാഗ്യമായിരിക്കും. April 7, 2017 8:17 എന്റെ മോള് എന്താ പറയാ എന്റെ ആദ്യത്തെ കൺമണി എനിക്ക് ഉണ്ടാകുന്നത്. ആ സമയം ഞാൻ ഒരുപാട്, എനിക്ക് പ്രസവ വേദന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രസവ വേദന എന്ന് പറയുന്നത് അങ്ങനെ വലിയ ഞാൻ എല്ലാവരോടും പറയുന്ന ഫസ്റ്റത്തെ പ്രസവം എന്ന് പറയുന്നത് ജസ്റ്റ് പോയി പ്രസവിച്ചു പോന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ അതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അതൊന്നും എനിക്ക് കിട്ടാണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കട്ടൻ ചായ എന്ന് പൊതുവെ സുലൈമാനിയ കുടിക്കുക, മധുരം കുറച്ചിട്ടാ കുടിക്കുക. പക്ഷെ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പ കൊണ്ടു തന്നത് ഭയങ്കര മധുരമുള്ള സുലൈമാനിയും ഈ ബിസ്ക്കറ്റ് ഒന്നും ഞാൻ തന്നില്ല, ബിസ്ക്കറ്റ് ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്റെ മൈൻഡിൽ, പിന്നെ എനിക്ക് കുട്ടിനെ മര്യാദ കാണാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവര് എനിക്ക് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നു, എന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ കുറെ വഴക്കിട്ടുണ്ടായിരുന്നു. ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മക്ക് എന്നെ വേണ്ടേ, പ്രസവിച്ച സമയത്ത് എന്നെ വേണ്ടേന്ന് വെച്ചിട്ട് ഞാൻ കുറെ വഴക്കിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ആ സമയത്ത് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, നീ മോളെ നോക്ക് എന്നിട്ട് പറ. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഞാൻ എന്റെ മോളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് കിസ് ആ നെറ്റിയിൽ കൊടുത്ത സമയത്തുണ്ടായ ആ സന്തോഷം എനിക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് പ്രഗ്നൻസിയിലും ഇപ്പൊ ഞാൻ പറയുന്നത് തേർഡ് പ്രഗ്നന്റ് ആണ് ഞാൻ. അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ആണ് ഇപ്പം ഫസ്റ്റ് മന്തിൽ കാരിങ് ആണ്. അപ്പൊ അതിലൊന്നും എനിക്ക് കിട്ടാത്ത ആ ഒരു, ഇപ്പഴും എന്റെ മോള് എന്ന് പറയുന്നത് എനിക്ക് പ്രഷ്യസ് ആണ്. അങ്ങനെ പറയാവോ, അങ്ങനെ ചിന്തിക്കാവോ എന്ന് അറിയില്ല. പക്ഷെങ്കില് എന്റെ മോള് എന്ന് പറയുന്നത് ഇപ്പഴും എനിക്ക് പ്രഷ്യസ് ആണ്. അവളെ കിട്ടിയ ആ മൊമെന്റ് ആണ് എന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, 8th ബർത്ത്ഡേ ആണ് ഇന്ന് അവളെ കിട്ടിയിട്ട്. യെസ്, ഇന്ന് April 7, 2017. സിദ്രത്തുൽ മുന്തഹ, സിദ്ര എന്ന് വിളിക്കും. സിദ്ര. ഹാപ്പി ബർത്ത്ഡേ സിദ്ര. അവളെ ഉറക്ക, നല്ല ഉറക്ക. പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒരു ചക്കര ഉമ്മ. താങ്ക് യു, ഞാൻ പറയാം. ഓക്കെ. യെസ്, നെക്സ്റ്റ് ആരാണ്? ഹലോ, ഞാൻ പറയാം. അശ്വതി. ഞാൻ എല്ലാവരും ഫസ്റ്റ് ഡെലിവറിയാണ് ഹാപ്പി മൊമെന്റ് ആയിട്ട് പറയുന്നത്. ഞാൻ പക്ഷെ എന്റെ സെക്കൻഡ് ഡെലിവറി പറയാം. കാരണം വെച്ചാൽ ഫസ്റ്റ് ഡെലിവറി എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡെലിവറിക്ക് 99% എന്നെ കിട്ടൂല, ബേബീനെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെയും കിട്ടി. അപ്പം
ആ സമയത്ത് ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും അമ്മേന്റെ അടുത്തുനിന്നും ഒരു കണ്ണ് നിറഞ്ഞിട്ടൊരു ചിരി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സിസേറിയനായിരുന്നു. അപ്പൊ അവിടുന്ന് റൂമിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കണ്ട് കണ്ണ് നിറഞ്ഞ് ചിരിച്ചൊരു മൊമെന്റ് അത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് എന്റെ സെക്കൻഡ് ഡെലിവറിയാണ് സ്പെഷ്യലായിട്ട് വന്നത്. എന്തായിരുന്നു കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? അത് അടുപ്പിച്ചിട്ടുള്ള ഡെലിവറി ആയിരുന്നു. ഫസ്റ്റ് ബേബിക്ക് 1 month 1 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ സെക്കൻഡ് ബേബീനെ പ്രസവിച്ചിട്ടുണ്ട്. അതും സിസേറിയൻ ആയിരുന്നു രണ്ടും. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഞാനാണ് മാം. ആരാണ്? ജ്യോതിയാണ് മാം. ജ്യോതിയാണ്. ആരാന്ന് പറഞ്ഞോളൂ. ജ്യോതി കഴിഞ്ഞിട്ട് ഞാൻ പറയാം മാം. എല്ലാവരും പ്രസവത്തിന്റെ കാര്യമാണ്. ഞാനും അത് തന്നെയാണ് പറയാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്രയും പേര് പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ അത് പറയുന്നില്ല. ഞാൻ പാചകം പഠിച്ചതിന്റെ ഒരു ഇത് ഞാൻ പറയാം. ഞാൻ 18 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. എനിക്ക് ചായ വെക്കാൻ പോലും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മായിയമ്മ ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ചായ വെക്കാൻ അറിയില്ല. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നാ മതി അമ്മ, ഞാൻ അതേപോലെ ചെയ്യാന്ന് പറഞ്ഞ് അതൊക്കെ കണ്ണു നോക്കി കൈ പണി ചെയ്യണം. അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞു തരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏകദേശം ഒരു 5-6 വർഷത്തോളം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അവര് തനിയെ പോയ ശേഷം എൻ്റെ കയ്യിൽ അപ്പോൾ ആദ്യമൊന്നും ഫോണില്ലായിരുന്നു. ഫോൺ കിട്ടിയ ശേഷം ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കുറച്ചായിട്ട് കുക്കിംഗ് ഒക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ച ശേഷം ഇപ്പോൾ ഞാൻ എന്ത് ഡിഷ് 25 പേർക്ക് എൻ്റെ അടുത്ത് കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ്, ചെയ്യും. 25 പേർക്ക് എൻ്റെ അടുത്ത് ഒറ്റ ആളായിട്ട് കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എല്ലാ ഡിഷും എല്ലാം, എന്ത് സ്നാക്സ് ആയാലും സ്വീറ്റ് ആയാലും കറികളായാലും കേരള സ്റ്റൈൽ, തമിഴ്നാട് സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, ചൈനീസിന്റെ സ്പെഷ്യൽ, ജങ്ക് ഫുഡ് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ട്രഡീഷണൽ ആണ് ഇഷ്ടം. എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് അത് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇനിയൊരു എന്താ വെച്ചാൽ 2 വീലർ ഓടിക്കണത്. 2 വീലർ ഓടിക്കാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ നീ തന്നെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ, അപ്പൊ TVS ഉണ്ടായിരുന്നു, ആ TVS എടുത്തിട്ട് ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഷ്ടപ്പെട്ട് ഓടിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാനിപ്പോ 2 കാലും താഴെ വെക്കാതെ സ്ലോവിൽ ഓടിക്കും. അങ്ങനെ ഓടിച്ചു. അത്രയ്ക്കും സൂപ്പറായി. ഈ 2 കാര്യം ഞാൻ ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. എനിക്ക് ഭയങ്കര, അതെന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം ഈ ഒരു കാര്യത്തിൽ. അത്രയേ ഉള്ളൂ മാം. ഇതാണ് എന്റെ സന്തോഷം. ഓക്കെ മാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഇയർ പഠിക്കുമ്പം. അപ്പം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. കുറച്ച് പ്രായമായാലും നമ്മളുടെ കുടുംബത്തിനേക്കാൾ, അതായത് പാരന്റ്സിനേക്കാൾ ടെൻഷൻ സമൂഹത്തിനും നമ്മളുടെ റിലേറ്റീവ്സിനാണ് കുട്ടീനെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഞാൻ മാരേജിനെ സമ്മതിച്ചത്. പഠിപ്പിക്കുന്നുള്ള ആ ഒരു ഇതിലൊക്കെയാണ് മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിഗ്രി 3rd ഇയർ ആകുമ്പോൾ സെക്കൻഡ് ഇയറിൽ മാരേജ് കഴിഞ്ഞു. അപ്പം പിന്നെ പ്രഗ്നന്റ് ആയി. ഞാൻ ഫൈനൽ എക്സാം എഴുതുമ്പം ഞാൻ 5 month പ്രഗ്നന്റ് ആണ്. അപ്പം അതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പ്രഗ്നൻസിയിൽ നല്ല വോമിറ്റിങ്, തലകറക്കം. അപ്പൊ അതൊക്കെ ആയിട്ട് BSc മാത്സ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും എഴുതിയാൽ പാസ്സാവുന്ന ഒരു സബ്ജക്ട് അല്ല BSc മാത്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നന്നായിട്ട് എഴുതിയാൽ മാത്രമേ പാസ്സാവുള്ളൂ. പിന്നെ കാരണം ഒരു പേപ്പറൊക്കെ ഫുൾ തിയറിയാണ് വരുന്നത്. നമ്മൾ കാണാപ്പാടെന്ന് പറഞ്ഞ പോലെ പഠിച്ചിട്ട് എഴുതേണ്ട പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഒരു സബ്ജക്റ്റ് പോയി, ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് പാസ്സായാൽ മതി. ഡിഗ്രി മുതൽ ജസ്റ്റ് പാസ്സായാൽ മതി. എങ്ങനെയോ തട്ടിമുട്ടി കയറിപ്പോയി. പക്ഷെ ഒരു സബ്ജക്ട് എനിക്ക് തീരെ വയ്യാത്തത് കാരണം എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഡെലിവറി ആയി, കുട്ടീന്റെ കാര്യം നോക്കി അത് ഞാൻ വിട്ടേ പോയി. പക്ഷെ ഗ്രാജുവേറ്റഡ് ആവണമെങ്കിൽ നമ്മൾ 36-34 സബ്ജക്ട് ഉണ്ട്. അതിലൊന്ന് പോയാലും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ അത് ഇയർ ഔട്ട് ഒക്കെ ആയിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു. കാരണം 3 വർഷം ഞാൻ പഠിച്ചതിന്റെ ആ ഒരൊറ്റ സബ്ജക്റ്റിന്റെ പേരിൽ എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്, ആ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇല്ലാതായി പോയി എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മയും ഉപ്പയും എപ്പോഴും പറയും, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഡിഗ്രീന്റെ +2 ക്വാളിഫിക്കേഷൻ മാത്രമേ നമുക്ക് ഉള്ളല്ലോ, വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ പേരിൽ ഞാൻ വല്ലാതെ വെറിയിലായിരുന്നു. പിന്നെ ആ ഒരു മോന് കുറച്ച് വലുതാവട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ മോന് 4 വയസ്സായപ്പോ പിന്നെ എനിക്ക് 2ാമത് പ്രഗ്നന്റ് ആയി.
പിന്നെ അതെന്തെങ്കിലും കഴിയണമല്ലോ. പക്ഷെ എനിക്ക് എന്തോ ഒരു വാശി പോലെ തോന്നി. കാരണം ഒരു മോന് കുറച്ച് വലുതായപ്പോൾ LKG ചേർത്തപ്പോൾ മോൻ ചോദിച്ചു. എന്റെ ഫ്രണ്ട്സിന്റെ ഉമ്മമാരൊക്കെ എന്താ ടീച്ചറാണ്, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഉമ്മ ടീച്ചറാണ്. എന്റെ ഉമ്മച്ചി ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എത്രയും ഞാൻ പഠിക്കുന്ന കാലത്ത് എല്ലാത്തിലും ഫസ്റ്റ് വാങ്ങണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി പഠിച്ച് ആയിട്ടുള്ള ഞാൻ എന്റെ മോന്റെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ ഭയങ്കര ടെൻഷനായി പോയി. അപ്പം മോനെ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ച് കെടുക്കുമ്പോൾ 1 ടൈം സപ്ലിമെന്ററി എന്ന് പറഞ്ഞ എക്സാം വന്നു ഡിഗ്രിക്ക്. അപ്പം എനിക്ക് അതെന്തായാലും ഞങ്ങൾ അതേ സിലബസ് പിന്നെ അതേ സ്കൂളിൽ അതേ കോളേജിൽ തന്നെ എഴുതുകയും ചെയ്യാം. അപ്പൊ അതെന്തായാലും എഴുതി തീർക്കാനുള്ള ഒരു വാശി എനിക്ക് വന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുകയായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ ചെറിയ അക്ഷരമാണല്ലോ, കണ്ണിനൊക്കെ തകരാറ് വരും, വെയിൻസിനൊക്കെ കുഴപ്പമുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ രാത്രി ഒക്കെ ഇരുന്ന് എന്താ അവര് കാണാതെ ഞാൻ പഠിച്ചു. പിന്നെ അത് സബ്ജക്ട് എഴുതിയെടുത്തു. പക്ഷെ അതിന്റെ പിന്നെയും എഴുതിയെടുത്തെന്നല്ലാതെ അതിന്റെ റിസൾട്ട് നോക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് ഇപ്പൊ ഈ അടുത്ത് എന്ന് പറഞ്ഞ പോലെ എഴുതിയെടുത്ത് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സൈറ്റിൽ നോക്കിയപ്പോ ഒക്കെ സൈറ്റിലൊന്നും കിട്ടിയില്ല, അതിൽ നിന്ന് എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി പോയി. ഈ അടുത്ത് യൂണിവേഴ്സിറ്റി പോയതിന് ശേഷം എനിക്ക് ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാനാ പോയത്. പക്ഷെ എന്താണ് റിസൾട്ട് എന്നുള്ളത് അറിയാതെയാണ് ഞാൻ പോയത്. കാരണം അങ്ങനെ ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ എഴുതിയ എക്സാം ആണ്. എന്തായാലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി. പക്ഷെ ഞാൻ അവിടുന്ന് സൈറ്റിൽ നിന്ന് നോക്കിയപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പാസ്സായി. അപ്പൊ ഞാൻ ഗ്രാജുവേറ്റഡ് ആയി. ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയത്. BSc Maths അല്ലേ? യെസ് മാം, BSc Maths. MSc ചെയ്തില്ല? ഇല്ല മാം, അതാണ് നമുക്ക് കുട്ടികള് പിന്നെ ഒന്നാമത് നമ്മള് ഫാമിലിക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കുട്ടീനെ ഒറ്റയ്ക്ക് വേറെ എനിക്ക് ആ ഒരു പ്രായത്തിൽ കൊടുക്കേണ്ട കെയറിങ് എനിക്ക് നന്നായിട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി, ഒന്നും അല്ലാതെ. ഇപ്പം പിന്നെ ഞാൻ അതെ സമയം കിട്ടുമ്പോ PG എടുത്ത് MSc Maths ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കേട്ടോ. മാത്സിലേക്ക് ഇല്ല മാം, മാത്സ് വെറുത്തു പോയി. BA MA ഏതെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം മാത്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് BSc Maths എടുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇനി എനിക്കറിയുന്ന ഒരാൾക്കും ഞാൻ പ്രിഫർ ചെയ്യില്ല മാത്സ് എടുക്കാൻ. കാരണം നമ്മൾ വിചാരിക്കുന്ന മാത്സേ അല്ല, അതിൽ അക്കങ്ങളില്ല, ഫുൾ ആൽഫ ബീറ്റ തിയറീസ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ലാസ്റ്റിക്കൊക്കെ പഠിക്കാനുള്ളത്. അർച്ചന പറഞ്ഞിട്ടുണ്ടാവും. അർച്ചനയില്ലേ നമ്മുടെ ക്ലാസ്സിലെ? അർച്ചന, തമന്ന നമ്മുടെ ക്ലാസ്സിൽ അർച്ചനയില്ലേടോ? മിണ്ടുന്നില്ല. ഇല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്കപ്പ് ആയി. ഞാൻ എന്റെ മോളൊന്ന് കരഞ്ഞു, അപ്പൊ പെട്ടെന്ന് ഞാനൊന്ന് പോയിട്ട് വന്നയാ. അതാണ്. പറ്റും. ഞാൻ പറയാനായിട്ട് ഇരുന്നതാ, പിന്നെ എനിക്ക് ലെങ്തി ആയി പോവോന്ന് അറിയില്ല. അപ്പൊ പിന്നെ ഞാന് അതുകൊണ്ടാണ് എല്ലാരും പറയട്ടെ എന്ന് കരുതിയിട്ടിരുന്നത്. എന്തോ ഇമോഷണലി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇമോഷണലി ചിലപ്പോ എനിക്ക് ഫീൽ ചെയ്തേക്കാം, എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. അങ്ങനെ എനിക്ക് തോന്നിയ ആ ഒരു സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആ ഒരു ദിവസവും ആ ഒരു സമയം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാരും പറഞ്ഞിട്ട് പറയാം, എങ്ങാണ് ഇമോഷണലി ആയി പോയി കഴിഞ്ഞാല് അങ്ങനെയുള്ള ഒരു 50 പേരുണ്ട്. പറഞ്ഞോളൂ അർച്ചന. അർച്ചനയ്ക്ക് പേഴ്സണലി ബുദ്ധിമുട്ടാവുകയും വേണ്ട കേട്ടോ. നമ്മള് വിഷമിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുന്നില്ല. അങ്ങനെയല്ല മാം. ഞാൻ എന്റെ വീട്ടില് എന്റെ അച്ഛൻ 4 മക്കളാണ്. അപ്പൊ അതില് എന്റെ അച്ഛന്റെ നേരെ ഇളയത് ഒരനിയനാണുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ഞങ്ങൾ എത്ര മക്കളാണെന്ന് ചോദിക്കുമ്പോ എപ്പോഴും പറയുന്നത് 4 മക്കളാണെന്നാണ്. ശരിക്കും എനിക്ക് നേരെ ഇളയത് ഒരനിയൻ മാത്രമേ ഉള്ളൂ. 2 പേര് എന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ്.
ഒരാണും ഒരു പെണ്ണും. അപ്പൊ അതില് മൂത്ത ആള് മോനും ഇളയത് മോളുമാണ്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അനിയൻ അനിയന്റെ വൈഫ് മോൾക്ക് 3ാം ക്ലാസ്സിൽ മോള് പഠിക്കുമ്പോഴും മോന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 4 വർഷത്തിനുള്ളിൽ അവരുടെ അച്ഛനും മരിച്ചു, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനും മരിച്ചു. അപ്പോൾ ആൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണ് അവരെ വളർത്തിയതും നോക്കിയതും പഠിപ്പിച്ചതും ഒക്കെ. അപ്പോൾ ഇപ്പോൾ അതായത് അച്ഛൻ മരിക്കുന്ന സമയത്ത് മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛൻ മരിക്കുമ്പോൾ മോന് +2 പഠിക്കുന്നു. അപ്പൊ മോന് കുറച്ച് അങ്ങനെയാണല്ലോ പൊതുവെ, ആൺകുട്ടികൾ കുറച്ച് പഠിക്കാൻ അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഇതുണ്ടല്ലോ. പെൺകുട്ടികൾ പക്ഷെ എപ്പോഴും നന്നായിട്ട് പഠിക്കും. അപ്പൊ അതിൽ മോള് അവളുടെ അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ വർഷം അവളുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കണം, ഫുൾ A+ മേടിക്കണം, +2 നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അവള് അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ വർഷം SSLC എഴുതി പാസ്സായി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ഓടുകൂടി പാസ്സായി. അത് കഴിഞ്ഞിട്ട് +2 1200 മാർക്കിൽ 1180 മാർക്കിൽ 82 മാർക്കിൽ ആള് പാസ്സായി. നല്ല രീതിയിൽ ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് തന്നെ സ്പെഷ്യലൈസ് ചെയ്തു. ഇപ്പോ അവള് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ആലുവ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ഡയാലിസിസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. മോൻ AC മെക്കാനിക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനോ എൻ്റെ അനിയനോ ഞങ്ങൾ ഒരിക്കലും അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും ഞങ്ങൾക്കത് ഒരിക്കലും ഞങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞിട്ടില്ല, അല്ലെ ഞങ്ങൾക്കത് ചെയ്യണം അവർക്കത് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും വേർതിർത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോ ആരതി എന്നാണ് അനീതിയുടെ പേര്. ആളിന് ഈ ജോലി കിട്ടിയ ടൈമില് എൻ്റെ അച്ഛന്റെ മുഖത്ത് എൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് ഇനി എത്ര വർഷം പിന്നോട്ട് പോയാലും മരണം വരെ മറക്കാത്തൊരു സന്തോഷമാണ് എൻ്റെ അച്ഛന്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. വളരെ വലിയൊരു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ചീവ്മെന്റ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയങ്കരമായിട്ട്. കാരണം അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ടൈമിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ അതിമേലെ എൻ്റെ അച്ഛൻ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നേരിട്ട് അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു കാര്യം മൈൻഡിൽ അതാണ്. അവളൊരു ഗവൺമെന്റ് എംപ്ലോയി ആയി, അല്ലെങ്കിൽ അവിടെ വരെ അവളെ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ള അച്ഛന്റെ ആ ഒരു ആത്മവിശ്വാസമായിരിക്കും അച്ഛന്റെ ആ ഒരു കണ്ണിൽ കണ്ട അന്നത്തെ ആ സങ്കടവും സന്തോഷവും ഒക്കെ കണ്ട ആ ഒരു ഇത്. അതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും. അല്ലാതെ ഞാൻ എന്ന് കരുതി എൻ്റെ മക്കൾ ജനിച്ചതോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കിട്ടിയതോ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി കിട്ടിയതോ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ വേദനയോട് കൂടിയിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഏക കാര്യം എനിക്ക് ആ സമയത്ത് തോന്നിയ എൻ്റെ അച്ഛന്റെ ആ ഒരു ഫീലിങ്സ് ആണ്. അർച്ചന, താങ്ക് യു. നിങ്ങൾ ചോദിച്ച കുറെ പേര് എല്ലാവരും നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് ഉണ്ടായ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് എല്ലാവരും പറഞ്ഞത് അല്ലെ? ബാക്കി എല്ലാവരും അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, ഓൾമോസ്റ്റ് എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നു. പക്ഷെ ഇത് അർച്ചന മറ്റൊരാളിലൂടെയാണ് അർച്ചന ആ സന്തോഷം കണ്ടത് അല്ലെ? അർച്ചനയുടെ ഹാപ്പിയസ്റ്റ് ആക്കി അത് അർച്ചന മാറ്റി. അതാണ് നല്ല മനസ്സെന്ന് പറയുന്നത്. തന്റെ ഒപ്പം തന്നെ എന്താ ആള് ഏറ്റവും നല്ലൊരു ഇതിൽ വന്നു എന്നുള്ളതിൽ ഹാപ്പിയാണ് അല്ലെ അർച്ചന? അതെ മാം, അതെ അതെ, അതൊരു നല്ല മനസ്സാണ്. അങ്ങനെ എല്ലാവർക്കും അത് കിട്ടില്ല. കാര്യം നമ്മുടെ അച്ഛൻ അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു മനസ്സിൽ തോന്നുന്നത്. പക്ഷെ അച്ഛനയുടെ ആ ഒരു നല്ല മനസ്സിനെ അറിഞ്ഞിരിക്കുന്നു. താങ്ക് യു മാം. ഒരിക്കലും അങ്ങനെ വേറെ കണ്ടിട്ടില്ല. ഒരിക്കലും ഞങ്ങക്ക് 4 പേർക്കും അച്ഛൻ എപ്പോഴും ഒരുപോലെയാണ് ചെയ്യാറ്. കാരണം അവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇതുവരെയുള്ള ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതിപ്പോ ഞാനാണെങ്കിൽ പോലും എൻ്റെ മക്കൾക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും അവർക്കും കൂടി ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് വളരെയധികം ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്?
നിഷയ്ക്ക് മുമ്പ് ആരെങ്കിലും പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മെസ്സേജ് ചെയ്തിരുന്നോ ആരെങ്കിലും? ഞാൻ പറഞ്ഞിരുന്നു മാം, അശ്വിനി. അശ്വിനി പറഞ്ഞിട്ട് നിഷ പറയട്ടോ. അശ്വിനി പറഞ്ഞു. ഞാനും എൻ്റെ മോൻ ജനിച്ചൊരു സിറ്റുവേഷൻ അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ മോൻ ജനിക്കുന്നത് 12/12/2018 എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനെ പ്രസവിച്ച് കഴിഞ്ഞ് അവനെ കണ്ടു. അവനൊരു ഉമ്മക്ക് കൊടുത്തു. ആൺകുട്ടിയാണെന്ന് പറഞ്ഞു ഡോക്ടർ. കണ്ടു. പിന്നെ ഡോക്ടർമാരിങ്ങനെ അവിടെ നിൽക്കുന്ന സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്നത്. മഷി ഇളകി, പക്ഷെ ഹോള് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. മഷി ഇളകി, എങ്ങനെയാണ് മഷി ഇളകി എന്നുള്ളത് കാണുന്നില്ല ഡോക്ടറോട് സിസ്റ്റർമാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വല്ലാതെ ടെൻഷനായിട്ട് ഡോക്ടറോട് ചോദിക്കാൻ എന്താണ് ചോദിക്കും. അപ്പോൾ മോന് ഹോള് ചെറുതാണ്, മഷി ഇളകിയ ഹോള് ചെറുതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മോനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മോനെ കാണുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. പിറ്റേ ദിവസം 1 മണിക്കാണ് ഞാൻ എൻ്റെ മോനെ പിന്നെ കാണുന്നത്. അന്ന് അവനെ കണ്ട ആ സമയവും സന്തോഷവും സങ്കടവും ഒക്കെപ്പാടുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു എനിക്കന്ന്. ഓക്കെ അശ്വിനി, താങ്ക് യു. അനുശ്രീ, ഒരു മിനിറ്റ്. അനുശ്രീക്ക് എന്താ അങ്ങനെ പറഞ്ഞ കമന്റ് ചെയ്തത്? എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ മാം. അതിന് മുന്നേ ഉണ്ടായിട്ടില്ല. ഇല്ല. എന്താണോ അത്? എപ്പോഴാ കല്യാണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ. അത് ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേടോ. ഓക്കെ, ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഉണ്ടാവട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. നിഷ പറയട്ടെ മാം. പറഞ്ഞോളൂ. ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ടാകുന്ന എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളും സന്തോഷം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ ഒരു കുടുംബത്തിലായിരുന്നു. അതായത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ചേട്ടൻ, അനിയന്, പെങ്ങടെ മോള്, അമ്മായിയമ്മ, അങ്ങനെ എല്ലാരും കൂടെ ഉള്ള ഒരു വീടായിരുന്നേ. അപ്പൊ ആ വീട്ടില് ഞാൻ ഒരുപാട് അനുഭവിച്ച് ഭയങ്കര വിഷമം തരുന്ന ഒരുപാട് ഒറ്റപ്പെടുത്തലും, അതുപോലെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് തല്ല്, പെങ്ങടെ മോടെ കയ്യിൽ നിന്ന് തല്ല്, അങ്ങനെ ഒരുപാട് 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 വിഷമങ്ങള് ഒരു 11 കൊല്ലം കൊണ്ട് ഞാൻ അനുഭവിച്ചേ. അപ്പൊ ഞങ്ങള് അങ്ങനെ അനുഭവിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വേറെ വീട്ടിലേക്ക് മാറിയത്, തറവാട് വീട്ടിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കുറേ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് മാറാം. എല്ലാരും എന്താ പറയാ, സ്നേഹമല്ല അവർക്ക് നമ്മളെ എന്താ പറയാ, നമ്മുടെ സ്വത്ത് മതി. പുള്ളിക്കാരൻ ഒരുപാട് എന്താ പറയാ അധ്വാനിച്ച് ഒത്തിരി ഒരുപാട് ഉണ്ടാക്കി കേട്ടോ, സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കി. അപ്പം അവർക്കെല്ലാം വേണ്ടത് പുള്ളിക്കാരന്റെ സമ്പത്തായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ മാറിയപ്പം ആ സമയത്തുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആ നിമിഷം എന്ന് പറയുന്നത്. കാര്യം ഞാൻ അത്രമാത്രം സങ്കടം അനുഭവിച്ചിരുന്നു. ഒരു അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. ഇപ്പൊ ഹാപ്പിയാണ്. നമ്മളെ ചവിട്ടി സാഹിത്യരുടെ മുമ്പിൽ എന്താ പറയാ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ആരാടാ? ഹബീബി പറഞ്ഞോ? പറഞ്ഞില്ല. കൺഫ്യൂഷൻ ആയില്ല. ആരാ പറയണ? നിങ്ങൾ നമ്മൾ തീരുമാനിച്ചോ? പറഞ്ഞോളൂ. ഓക്കെ മാം. എനിക്കിപ്പോ 2 മക്കളാണ്. ചെറുതാക്കി പറയണേ.
ഓക്കെ ഓക്കെ, ശ്രമിക്കാം. 2 ആൺകുട്ടികളാണ്. മൂത്ത ആൾക്ക് 6 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സാവുന്നു. അപ്പൊ എനിക്ക് ഇവരുടെ മുന്നേ ഒരു മോളുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പൊ 8 വയസ്സാവേണ്ട പ്രായമാണ്. ഒരു പ്രോബ്ലം ബേബി ആയിരുന്നു. അപ്പൊ മൂത്ത മോൻക്ക് 6 മാസമുള്ളപ്പോഴാണ് അവള് മരണപ്പെട്ടത്. അവളുടെ ബ്രെയിൻ, അതായത് നമ്മളുടെ ബ്രെയിന് കർവ് പോലെയാണല്ലോ, അവളുടെ ബ്രെയിൻ സ്മൂത്ത് ബ്രെയിൻ, ഒരു കർവ് ഇല്ലാതെ ലിസൺ സഫേലിയ പറയും, ബ്രെയിൻ ഡിസീസ് ആണ്. അപ്പോ ഇതറിഞ്ഞ സമയത്ത് ഞങ്ങക്ക് അറിയാനൊക്കെ കുറച്ച് ലേറ്റ് ആയി, പറയാനുള്ള കുറെ വലുതാവും സ്റ്റോറി. അറിയാൻ ഞങ്ങള് ഗൾഫിലായിരുന്നു, ഡെലിവറി കഴിഞ്ഞേക്ക് ഗൾഫിൽ പോയി. അപ്പൊ ഞാന് മനസ്സിലാക്കിയില്ല, അതായത് ആ സമയത്തൊന്നും അറിഞ്ഞില്ല. പിന്നെ 3 മാസം 4 മാസമായിട്ടും അവൾക്ക് ഡിലേ വന്ന്, അതായത് ഒന്നും ഡെവലപ്മെന്റ് ഡിലേ വന്ന്, തല ഉറക്കില്ല, ഒന്നും എക്സ്പ്രഷൻസും ഒന്നും, കരയണൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നോക്കണില്ല, ചിരിക്കണില്ല. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നെ ഫിക്സ് പോലെ കണ്ട ആൾക്ക്. പിന്നെ നാട്ടിൽ തന്നെ വരണം, ഫുൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ വന്ന് ഫുൾ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ ഈ ഡിസീസ് ആണെന്ന് പറഞ്ഞപ്പോ, മാറുന്ന ഡിസീസ് അല്ല, നമുക്ക് ഫിക്സ് വരുന്നതിന് കൺട്രോൾ ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആളുടെ കാലും കൈയൊക്കെ ഭയങ്കര സ്റ്റിഫാണ്, നല്ല ബലം പിടിച്ച പോലെ. അപ്പൊ അതിനൊക്കെ നമ്മള് ഫിസിയോതെറാപ്പി ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതായത് ഈ അസുഖമുള്ള കുട്ടികൾ ഒരു 9 വയസ്സ് വരെയാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പൊ അതിനോടൊക്കെ ഞങ്ങൾ യൂസ്ഡ് ആയി. അപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് പ്രഗ്നൻസി ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെനറ്റിസ്റ്റ്. അതായത് നെക്സ്റ്റ് ബേബിക്ക് എന്താവും എന്നുള്ളത് അറിയില്ല, കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അവൾക്ക് 1.25 വയസ്സാകുമ്പോഴാണ് നെക്സ്റ്റ് പ്രഗ്നന്റ് ആയി, അറിയാതായി. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഷൗട്ട് ചെയ്തു, കാരണം നമ്മൾ കൺട്രോൾ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞങ്ങളെ മൈൻഡിൽ അബോർഷൻ ആയിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു, ഇത് പ്രോബ്ലം ഇല്ലാത്ത ബേബി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പൊ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഡെലിവറി കഴിപ്പ് ഞാൻ തന്നെയായിരുന്നു ഫുൾ അവളെ കെയർ ചെയ്തിരുന്നത്. അവള് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, അതായത് 3 വയസ്സിന്റെ പ്രായമായി തുടങ്ങിയപ്പോ. അപ്പൊ നല്ല ഹൈറ്റ്, അതായത് 13 കിലോ നടക്കുന്നുണ്ട്. പക്ഷെ ആള് ഹെഡ് കൺട്രോളും ഇല്ല. പിന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എപ്പോഴും കരയും, എപ്പോഴും ചിരിക്കും, അത്രന്നെ ഉള്ളൂ, നോക്കൂല. പക്ഷെ കാഴ്ച കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ഐ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആള് നമ്മളെ ഡയറക്റ്റ് നോക്കിയേ അങ്ങനൊന്നും ചെയ്യില്ല. പക്ഷെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ബേബിയാണ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പാണ്. അപ്പൊ ഞാൻ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും രാത്രി. അവൾക്ക് വേറെ ഒന്നും അറിയില്ല, കരയാൻ മാത്രമേ ഉള്ളൂ. വിശന്നാലും കരയും, അസുഖം വന്നാലും കരയും, അങ്ങനെ. അപ്പോ 5:30ക്കാണ് ഞാൻ ഡെലിവറി ചെയ്തത് പുലർച്ചെ. അത് 4:30 വരെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് അവൾക്ക് ഡെലിവറി റൂമിലേക്ക് ഞാൻ പോയത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ തന്നെയാണ് ഫുൾ ടൈം അവളെ എടുത്തിരുന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം ആയപ്പോ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. വേഗം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന സമയത്ത് ആള് ഭയങ്കര കരച്ചില് എന്ന് പറഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വയറുവേദനയാണോ എന്ന് ചെരിഞ്ഞു നോക്കി, എന്ത് വന്നാലും കരയുന്നല്ലോ. അപ്പൊ നമ്മള് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര സങ്കടം, എന്താന്നറിയാതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും എടുക്കട്ടെ. അപ്പൊ ആരും സമ്മതിക്കില്ല, കാരണം ഡെലിവറി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടിയാണ്, 13 കിലോ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ ഇവളെ എടുത്ത് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തതും സ്വിച്ച് ഇട്ടപ്പോൾ അവര് കളിച്ച് മാറി. സോറി മാം, കുറച്ച് ഇമോഷണൽ. അപ്പൊ അവൾക്ക് മനസ്സിലായി ഞാനാണ് അവളെ ഉമ്മ. അത് വിടും. ഓക്കെ, ആ മൊമെന്റിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ. അതെ, ഞാന് എങ്ങനെയാണ് അവൾക്ക് ഉമ്മ ഞാനാണോ എന്നുള്ളത് അറിയില്ല എന്നടക്കം എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്കറിയാം ഞാനാണ് ഉമ്മ. അതറിയാം. താങ്ക് യു മാം. അറിയണ്ടാട്ടോ. ഓക്കെ മാം. ഓക്കെ. യെസ്, ഒരു പ്രാവശ്യം തമ്മന്നെ പറഞ്ഞിരുന്നല്ലേ ഉമ്മുവിന്റെ കാര്യം? ഒരു ദിവസമാട്ടെ തമ്മന്ന ഇങ്ങനെ ഹബീബാന്നാണോ ചെറുതാക്കി എന്തെങ്കിലും ഒരു പേരുണ്ടല്ലോ, ഉമ്മൂന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? ഉമ്മൂന്ന് വിളിച്ചോളൂ. പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിരുന്നല്ലേ ഉമ്മുവിന്റെ കാര്യം? അവള് പറഞ്ഞിരുന്നു, ഞാൻ വർക്ക് ചെയ്യണേന്റെ ഭയങ്കര ഹെവി ടാസ്ക് ആണെന്നുള്ളതാ തോന്നുന്നില്ല അവള് പറഞ്ഞു. ഭയങ്കര ജോലിയാണ് ആള്. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും കിച്ചണില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയാം നിന്നെ സമ്മതിക്കണം, നമ്മളൊക്കെ ഒരു ടൈം കിട്ടുമ്പോ പോയി കിടക്കും ഇരിക്കും, നീ ഭയങ്കര വർക്കിംഗ് ആണെന്നൊക്കെ എപ്പോഴും പറയാം. നല്ല കൂട്ടാണ് ആളുമായിട്ട്. 2 ആൺകുട്ടികളാണ് മാം, മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പേടിയായിരുന്നു, കാരണം ഇനിയുള്ള ബേബിക്ക് എന്താവും. പക്ഷെ 2-3 ലക്ഷം വരെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഹസ്ബൻഡിന്റെ മോളുള്ളപ്പോ. താങ്ക് യു മാം. പിന്നെ പറയട്ടെ മാം? മീര പെട്ടെന്ന് പറയൂടോ.
മാം എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇപ്പൊ ഉള്ളതുണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പാടുള്ള ഒരു കാര്യം പറയട്ടെ. ആദ്യത്തെ കുട്ടി അബോർഷനായി പോയി രണ്ടാമതായ സമയത്ത് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോയിരുന്നു. അന്നേരം കുറച്ച് ഗുളികയൊക്കെ തന്ന്. ഞാൻ എന്ത് ചെയ്ത്, മൂപ്പര് കാണിച്ച വിവരമൊന്നും ഞാൻ അറിയില്ല. ഞാൻ വിചാരിച്ചു എല്ലാ ഗുളികയും എനിക്കുള്ളതായിരിക്കും വിചാരിച്ച് അതില് ചുമക്കുള്ള ഒരു ഗുളിക ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ കുടിച്ച്. രാത്രി ആണ് അതുള്ളത്. മൂപ്പര് വരേണ്ടായിട്ട് ഗുളിക എവിടെയെന്ന് വെച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്ത് നോക്കുമ്പോ അതിലൊരു ഗുളിക അല്ല. ഞാൻ ഇതാരാ എടുത്ത് കുടിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാ കുടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കേൾക്കാത്ത ചീത്തല്ല എന്നുവെച്ചാൽ എനക്ക് അറിയുന്ന കാര്യമാണ്, ആദ്യം ഒന്ന് പോയതാണ്. ഇനി എത്ര വരെ പഠിച്ച്? ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് വരെ. എന്നോട് എന്നിട്ട് ഇനി ഇത് വായിച്ചു നോക്കാണ്ടാന്ന് ഗുളിക കുടിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാല് ചിരിയാ വരുന്നത്. എന്താ വെച്ചാല് ആ കുട്ടിനോട്, രണ്ടാമതുള്ള കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചീത്ത അറിയുന്നത്. പക്ഷെ ഞാൻ ഈ പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ചിരി. അപ്പൊ ഉമ്മച്ചിയും അനിയനൊക്കെ പറഞ്ഞ് പാവണ്ടാതെ അതിന്റെ ഉള്ളിൽ നിന്ന് കരയാണ്, അതിനങ്ങനെ ചീത്ത പറയണ്ട. പക്ഷെ ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാല് ആ കുട്ടിനോടുള്ള സ്നേഹമാണല്ലോ കാണിക്കുന്നത്. അന്നേരം മൂപ്പര് പറയുന്നത് എന്താ, അത് നിങ്ങൾ നോക്കണ്ട, ഓള് ഇത്ര വരെ പഠിച്ചിട്ട് ഓള് ഗുളികയൊക്കെ എടുത്ത് കുടിച്ചാൽ ഇതിനോണ്ട് എന്തേലും വന്നു പോയിക്കണ്ടേ, പിന്നെ അതും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞു മൂപ്പര് ഭയങ്കര ചീത്ത. ഞാനുള്ളിൽ കിടന്ന ലോകച്ചിരി. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷാ തോന്നുന്നു. അത്രയും സ്നേഹം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതില്ല. ചീത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാ സ്നേഹം കൊണ്ട് പറയാന്നല്ലോ. മൊമെന്റ് ആണോ തോന്നിയത് ഏറ്റവും ഹാപ്പി ആയിട്ട്? അതെനിക്ക് നല്ല സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പോയി, പിന്നെ രണ്ടാമത് കിട്ടുന്നതിന്റെ ആ ഒരു സന്തോഷം മൂപ്പർക്ക്. പക്ഷെ അത് ഞാനായിട്ട് ഇല്ലാണ്ടാക്കുമോ എന്നുള്ള പേടി കൊണ്ട് വല്ലാണ്ട് പറഞ്ഞാൽ വല്ലാണ്ട്. പക്ഷെ ഞാൻ ചിരിയോട് ചിരിയാ. ഇവര് പറയുന്നുണ്ട് മതി നിർത്തിക്കോ, മതി നിർത്തിക്കോ, ഓള് കരയ അതിന്റെ ഉള്ളിൽ നിന്ന്. അത് ചിരിക്കുന്ന കണ്ടാ പിന്നെയും കിട്ടില്ല അടി. അതുകൊണ്ട് ഞാൻ പുതപ്പിന്റെ ഉള്ളിൽ പോയി കുത്തിനെ ചിരിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു ഗീത. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഈ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ എല്ലാവരും പേഴ്സണലി കുറെ പേര് നമുക്കറിയാം. ഞാൻ പറയാണ്, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എല്ലാവരും അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ, പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയിലായിരിക്കും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണേ അല്ലെ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനോട് അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ എനിക്ക് നമ്മളൊരു ഫാമിലിയാണ് അല്ലെ. ഇപ്പൊ പരസ്പരം എല്ലാവരെയും അറിയാം, എല്ലാവരും എങ്ങനെയാണ് എങ്ങനെയാണോ ഇവിടം വരെ എത്തിയിരുന്നവരൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന നിങ്ങൾ പറയുന്ന സംസാരത്തിൽ. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളെ കുറിച്ച് ഓർത്തൊരു മൊമെന്റിനെ കുറിച്ച് ഞാൻ പറയാണ് കേട്ടോ. ഒരുപാട് വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഞാനും എന്തെങ്കിലുമൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും. എപ്പോഴാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർത്ത് ചില സമയത്ത് സങ്കടം വരും. അങ്ങനെ ആലോചിച്ച സമയത്ത് കുറെ സമയം ആലോചിച്ച സങ്കടം വന്ന് കുറച്ചു നേരം കരഞ്ഞു. കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ്, കരഞ്ഞു തന്നെ തീരും സംഭവം. അങ്ങനെയാണ് ഞങ്ങൾ ക്രിയേം ചെയ്തിട്ട് തന്നെ. പക്ഷെ കരഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എന്തെങ്കിലും സന്തോഷിക്കാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ആലോചിച്ചപ്പോ അതിനിടയിലാണ് സമൻ എനിക്കൊരു മെസ്സേജ് അയച്ചത്. സമനൊക്കെ അറിയാമല്ലോ, ഇൻസ്റ്റയിൽ സമൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, അത് മെസ്സേജ് കേട്ടപ്പോ നമ്മളെ സ്നേഹിക്കുന്ന എന്തോരം വേറെ കുട്ടികളുണ്ട്, പല ജില്ലകളിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലായിക്കോട്ടെ, എന്തോരം സ്നേഹമുള്ള കുട്ടികളുണ്ട്. അത് ഭയങ്കര ഹാപ്പിനെസ് ഇല്ലേ. അപ്പൊ നമ്മളുടെ മുമ്പിലെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കാണാതെയാണ് ഈ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് കമന്റ് അത് കേട്ട സമയത്ത്. അത് അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് കമന്റ് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചത്. നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഇൻഫോർമേഷൻ ആണ് എനിക്ക് കമന്റ് മെസ്സേജ് കിട്ടുന്നത്. എങ്കിലും ആ സമയത്ത് ആലോചിച്ചു, നിങ്ങളും കുറെ പേര് നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, എവിടെയോ കിടന്ന ആൾക്കാരെ എങ്ങനെയൊക്കെയോ കണക്റ്റഡ് ആയി നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് സമയമെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടാൻ ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും അതെ, എല്ലാവരും നിങ്ങൾക്ക് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും നിങ്ങളുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, അങ്ങനെ വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. കാരണം നിങ്ങളെ എല്ലാവരും അറിയാം. ഇപ്പൊ ഈ ഇൻസിഡന്റ്, ഈ ടോപ്പിക് തന്നപ്പോ എല്ലാവരും പേഴ്സണലി അറിയാൻ പറ്റുന്നുണ്ട്. ഉമ്മ ആയിക്കോട്ടെ, തമന്ന ആയിക്കോട്ടെ, ഞാൻ സുമയ, അവരെല്ലാവരും പേരുകൾ കുറെ പേര് അറിയില്ല കേട്ടാ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ജോലി എല്ലാവരെയും പേഴ്സണൽ ആയിട്ട് അറിയാൻ പറ്റുന്നത് അത് തന്നെ. അതാണ് നമ്മുടെ ക്ലാസ്സിലെ ഒരു പ്രത്യേകത. നമുക്ക് പേഴ്സണലി നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, അല്ലാതെ ഒരു ടീച്ചർ കുട്ടി എന്നുള്ളൊരു ബന്ധം പോവുകയാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് പോണ ക്ലാസ്സിൽ കുറച്ച് പരിമിതമാണ് അല്ലെ. നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ. അപ്പൊ
എന്താ പറയാ, നിങ്ങളെ കുറിച്ച് ഓർക്ക സന്തോഷമാണ് പിള്ളേരെ, സത്യമായിട്ട് നിങ്ങള് വെറുതെ പറയുന്നതല്ല. ഓർക്കുമ്പോ തന്നെ ഒരു അടുത്ത ക്ലാസ്സിന് വേണ്ടി സത്യം പറഞ്ഞാൽ വിൽക്കുകയാണ്. ഇന്നിപ്പോ ടീച്ചർ തന്നപ്പോ ഞാൻ ടീച്ചർ പറഞ്ഞപ്പോ വേറെ 2 ക്ലാസ്സാ പറഞ്ഞു, പക്ഷെ എനിക്ക് ടീച്ചർ എനിക്ക് 8 മതി, ഞാൻ 8 എന്ന് പറഞ്ഞു വിശാൻസ് പറഞ്ഞിട്ട്. അതാണ് കേറാന്നല്ല ഒരു സമാധാനമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. ആരെയും കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ട്. പിന്നെ അന്ന് പ്രോഗ്രാമിൽ കുറെ പേര് കണ്ടു. എന്താ പറയാ, വാക്കുകളില്ല പറയാനായിട്ട്. പിന്നെ മെസ്സേജ് അയക്കാൻ തോന്നുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. മാമിന് അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ അയക്കാൻ പറ്റിയല്ലോ. ഒരു ദൈവത്തിന്റെ ഒരു വിളി പോലെ അല്ലേ? മാം എന്റെ റിക്വസ്റ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ റിക്വസ്റ്റ് മാത്രം ഞാനും ജ്യോതിന്നുണ്ടാവും. എന്റെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ വർഷങ്ങളായി അയച്ചിട്ട്. നമ്മള് ഇനി ഒരു ക്ലാസ് കഴിയുന്നത് ശരിക്കും ഭയങ്കര ടീച്ചേഴ്സ് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോഴും പറയുമായിരുന്നു, എനിക്ക് കുട്ടികളായിട്ട് ഭയങ്കര കണക്ഷൻ വരാറുണ്ട്. അപ്പൊ എനിക്ക് ആ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫെയർവെല്ലിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോരം കുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയാം. ശരിക്കും ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ അതിലോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മള്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോൺവൊക്കേഷൻ നിങ്ങളെ വരുത്തണമെന്നുണ്ടെങ്കിലും ആ കോൺവൊക്കേഷൻ കഴിയുന്നവര് നമ്മൾ പിന്നെ കാണില്ല, ക്ലാസ് ഇല്ല, അങ്ങനെ ആലോചിക്കുമ്പോൾ അതും ഒരു വിഷമമാണ്. ഇപ്പോഴും അങ്ങനെ അതുവരെ ചിന്തിച്ച് ആലോചിച്ചിട്ടുണ്ട്, കാണാൻ പറ്റില്ല എന്നുള്ളത്. ഈ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ആണെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസമെങ്കിലും മിണ്ടുന്നില്ല, സംസാരിക്കുന്നുണ്ട് 1 മണിക്കൂറാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നും. അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കൂടെ, എനിക്ക് ഇച്ചിരി ആലോചന കൂടുതലാണ്. അപ്പൊ 8 പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്തൊരു ബാച്ചായിട്ട് ഇതേപോലെ സിങ്ക് ആവുന്ന ഒരു ബാച്ച് ഇല്ല നിങ്ങൾക്ക്. 6 കുഴപ്പമില്ല, 6ലെ പിള്ളേര് പാവങ്ങളാണ്. ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ കാര്യം. അപ്പൊ ഓരോ ടീച്ചറെ ഞങ്ങൾ അന്ന് MTHലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുക, ഞങ്ങൾ അവരുടെ കൂടെ കൂടിയിട്ടായിരുന്നു. അത് കുറച്ച് പേരുള്ളൂ അത് പറയുന്നേ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പൊ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റു ബാച്ചിലെ പിള്ളേർക്ക് അറിയാം. നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് വൈറലായിട്ടായിരുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കണ്ണ് തട്ടാതിരിക്കണം കേട്ടോ. അതെ അതെ, മാഷാല്ല. ഞാനിന്ന് മോർണിംഗ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് എന്താന്നോ മാം, ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീക്ക് സൺഡേ ഹസ്ബൻഡ് വരികയാണ് ഗൾഫിൽ നിന്ന്. അപ്പൊ 1 മാസത്തെ ലീവ്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പിരിഞ്ഞിരിക്കുന്നതും ഇങ്ങനെ വരുന്നതും ഒക്കെ. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ എനിക്ക് ഇക്കടുത്ത് പറയാൻ തന്നെ ചിരി വരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ മിസ് ചെയ്യും. 1 മാസം ഞാൻ എങ്ങനെ ക്ലാസ്സിൽ കയറാതിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. ഞാൻ സ്കൂളിൽ പോയിട്ട് അല്ല, ഹസ്ബൻഡ് വരുന്നോണ്ടേ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇക്ക എവിടെ പോണെങ്കിലും എന്റെ 1 hour ഉള്ളൂ, എനിക്കതാണ് മെയിൻ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. നോട്ട്സ് എഴുതുന്നതും കാര്യങ്ങളും ഒക്കെ ബാക്കിലോട്ടാണ്. നമുക്ക് ആ കിട്ടുന്ന 1 മണിക്കൂർ നിങ്ങൾക്ക് അറിയാതെ എത്ര വിലപ്പെട്ടതാണെന്ന്. നമ്മൾ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം. ഓക്കെ, അപ്പൊ അവരുടെ സമയം കളയരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്റെ ഒരു ഇത്, നിങ്ങൾക്ക് ഇഷ്ടമാണ് ക്ലാസ്സുകൾ അല്ലെ? ഭയങ്കര ഇഷ്ടമാണ് മാം. എന്താ മാം ഇങ്ങനെ ചോദിക്കുന്നത്? മാമിന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ. ഇപ്പൊ ഫ്ലൈയിങ് മൊമെന്റ് ആണ് മാം. മാം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായി. ഇപ്പോഴാണ് എവിടെ വരെ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ആ കോൺവൊക്കേഷൻ വരെ നല്ല സൂപ്പർ ആയിട്ട് പോകണം. ക്ലാസ് ഒക്കെ പഠിച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് റെക്കോർഡൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് അങ്ങ് പോണം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഫ്രൈഡേ അല്ലേ കാണുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ വിഷു ആണ് അല്ലേ? വിഷുവിന് വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല കേട്ടോ. കേട്ടോ, നമുക്ക് പ്രോഗ്രാം തന്നൂടെ? വിഷുവിന് ഹോളിഡേ ആയിരിക്കുമോ മാം? ഇൻസ്റ്റയില് പ്രോഗ്രാം ചെയ്താലോ? ഇൻസ്റ്റയിലോ? ഒഴിവുള്ള ദിവസം നോക്കി വെക്കാം മാം. എന്തെങ്കിലും കണ്ടക്ട് ചെയ്യാം. എന്തെങ്കിലും ചെയ്യിപ്പിക്കാതിരിക്കില്ലെന്ന് അറിയാലോ നിങ്ങൾക്ക്. വെറുതെ വിടും നിങ്ങൾ എങ്ങനെ. നമുക്ക് വരുന്നത് പിന്നെയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓണമാണ് അല്ലേ? ഓണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിലെ പിള്ളേര് കുറെ പറഞ്ഞു ടീച്ചറെ ഓണം സെലിബ്രേഷൻ ഞങ്ങളെയും കൂടി കൂട്ടി ഒന്ന് ചെയ്യട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിവിടെ ആക്ടിവേറ്റഡ് ആയില്ല. പക്ഷെ ഇപ്രാവശ്യം ആ ബൗണ്ടറീസ് ഒക്കെ തെറ്റിച്ചിട്ട് ചെയ്യിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം. മറക്കില്ല മാം,
മാം ഞങ്ങളെ ഇപ്പൊ മറക്കത്തിൽ മാം അന്നേരം പിന്നെ എങ്ങനെയുണ്ട് ജോളിനൊക്കെ നോക്കാനാണ്? എന്ന് ഓർമ്മയിൽ ഇരിക്കും മാമിന്റെ ഞങ്ങളെ. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ പേരുകൾ ഇപ്പൊ ജോളിനെ കുറെ പേർക്ക് അറിയാം, സമന്വേന, പിന്നെ കുറെ പേരുടെ കാര്യം അനുജോതിനെ, കുറച്ച് പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോ. അപ്പൊ നിങ്ങള് ഞങ്ങളുടെ ഒരു ടോപ്പിക്കാണ് ചില സമയത്ത്. സന്തോഷമാണ് നിങ്ങളെ കുറിച്ച് പറയാനായിട്ട് കേട്ടാ. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ സമയം കിട്ടിയൊന്നാണ് മിസ്സിന് ലീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കയറാൻ പറ്റിയത്. ഫ്രൈഡേ കാണാം. ഫ്രൈഡേ ബാക്കി സൈക്കോളജി ക്ലാസ് എടുക്കും കേട്ടോ. ഓക്കെ മാം. ഓക്കെ ഞാനാണ് മാം. അപ്പൊ അതിന് സൈൻ ഔട്ട് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം, ഞാൻ ഹാപ്പിനെസിന്റെ കാര്യം ഇന്ന് പറയാൻ കാരണം മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് കൂടുതൽ പറഞ്ഞതാണ്. പക്ഷെ അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് സൈൻ ഔട്ടിലേക്ക് വരാനായിരിക്കും. ഞാൻ ഡിഗ്രിക്ക് ഇല്ല, അയ്യോ കരയെന്തോന്നല്ല, ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം ഉണ്ടായിരുന്നത്. 19ാമത്തെ വയസ്സ്. എനിക്ക് ഡിസംബർ 21 19 വയസ്സായി. 25 എന്റെ കല്യാണം. അങ്ങനെയായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം PG ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ PG ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിയിലാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഞാൻ കണ്ണൂർ കുറച്ചുകൂടി ഉള്ളോട്ടാണ്. അപ്പൊ നല്ല ദൂരമുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ബ്രദേഴ്സൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പഠിക്കാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞു ഇത്ര ദൂരം പോയിട്ട് പഠിക്കുന്നത് എന്തിനാണ്, അതിന്റെ ആവശ്യം. അപ്പൊ ഹസ്ബൻഡ് എന്റെ കൂടെ അവിടെ എനിക്ക് ഡിഗ്രിക്ക് 64 അങ്ങനെയൊക്കെ പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുക. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടി, മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ ചേർന്നു. എന്നിട്ട് ഞാൻ തേർഡ് സെമ്മിന്റെ സെക്കൻഡ് സെമ്മിൽ ഹസ്ബൻഡ് വന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. തേർഡ് സെമ്മ് 6 മന്ത് വരെ, പ്രഗ്നൻസിയിലെ 6 മന്ത് വരെ ഞാൻ പോയി. ഫസ്റ്റ് പ്രഗ്നൻസി ആണ്, 6 മന്ത് വരെ ഞാൻ പോയി. ഡിസ്കണ്ടിന്യൂഷൻ വന്നു അവിടെ. ഞാൻ എന്നിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എനിക്ക് പിന്നെ അടുത്ത പ്രാവശ്യം മോക്ക് 1 വയസ്സ് കഴിഞ്ഞ ശേഷം ഞാൻ പോയി കോളേജിൽ ചോദിച്ചു സീറ്റ് തരുമോ എന്നുള്ളത്. അപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ റൂൾസ് അനുസരിച്ചിട്ട് ബാക്കി കോളേജിലൊക്കെ നമുക്ക് പിന്നെ യൂണിവേഴ്സിറ്റി ഇത് ചെയ്താൽ മതി, അനുമതി കൊടുത്താൽ നമുക്ക് അവിടെ അഡ്മിഷൻ, രണ്ടാമതും അഡ്മിഷൻ അവിടെ തന്നെ കിട്ടും. പക്ഷെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എന്ന് വെച്ചാൽ നമ്മൾ HOD വിചാരിച്ചാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. HOD വിചാരിച്ചാൽ നമുക്ക് സീറ്റ് 25 സീറ്റാണ് ഞങ്ങൾക്ക് അവിടെ. 26ാമത്തെ സീറ്റ് HOD അനുവദിക്കാം. പക്ഷെ എങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ സാറ് അനുവദിക്കുന്നില്ല. ഞാൻ ആദ്യം 1 വർഷം പോയി, സാർ വരുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് സാറ് ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. ഞാൻ KPCC പ്രസിഡന്റ് സുധാകരൻ വഴി, KPCC പ്രസിഡന്റ് ഇല്ലേ സുധാകരൻ MP, സുധാകരൻ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിലോ ലീഗിന്റെ നമ്മളവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു. അപ്പൊ അവര് മുഖേന KPCC പ്രസിഡന്റ് സുധാകരൻ വഴി സാറിനെ വിളിച്ചു സീറ്റ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ എനിക്ക് സാറ് സീറ്റ് തന്നു. ആ സമയത്ത് അപ്പൊ എന്റെ ഹസ്ബൻഡ് പിന്നെ സുധാകരന്റെ അടുത്ത് കുറെ പോയി ഇങ്ങനെ പോയി ഇത് ചെയ്യുന്നുണ്ട്. കോളേജിൽ വന്നു. അപ്പൊ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കുറെ ബാക്കിലേ നടന്നു. ആ സമയത്ത് എനിക്ക് ഹസ്ബൻഡിനോട് ഉണ്ടായ ഒരു സ്നേഹം ഉണ്ടല്ലോ എന്റെ മൈൻഡിൽ. എനിക്ക് വേണ്ടിയിട്ട് എന്റെ വീട്ടുകാര് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം മോക്ക് 2 വയസ്സാവണത്രേ. ആ സമയത്ത് ഞാൻ PGക്ക് ലാസ്റ്റ് സെമ്മ് പോവേണ്ട ടൈം. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള എന്റെ ആഗ്രഹത്തിന് എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ നിന്നു. ആ ടൈം എനിക്കുണ്ടായ ഹാപ്പിനെസ് വേറെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. Education passport to the future for tomorrow belongs to those who prepare for it today. Welcome. Thank you, ma'am. എനിക്ക് ഈ അവസരങ്ങൾ തന്നതിന്, ഇങ്ങനെ പറയാനുള്ള അവസരം തന്നതിനും എല്ലാവർക്കും അവരുടെ സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനും എന്നെ കരിപ്പിച്ചു. Thank you, ma'am. Signing off. Thank you so much. Okay, Thank you, ma'am. 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 Thank you.